സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇപ്രകാരം ഒരു അവാർഡ്, ഒരു ബഹുമതി നൽകാൻ മുൻകൈ എടുത്ത ഇതിൻ്റെ പ്രവർത്തകരോടുള്ള സ്നേഹാദരങ്ങൾ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് ലഭിച്ച സുനിൽ മാത്യു സാറിനും എൻ്റെ സ്നേഹാദരങ്ങൾ. ഇപ്പം ഇത് അത്ര നിസ്സാരമായിട്ട് ഇത് ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലരും മടിച്ചിരുന്നപ്പോൾ തൻ്റെ ഇടമായിട്ട് മുമ്പോട്ട് കയറി വന്ന് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ യഥാസമയം ഞങ്ങളെ അറിയിക്കുന്നതായ ഈ മാധ്യമപ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങണം എന്ന് പറഞ്ഞ് അവരൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ആൾക്കാരെ എല്ലാം വരുത്തി പ്രഗത്ഭരായ ആൾക്കാരെ അതിനകത്ത് സംസാരിച്ച് ഈ അവാർഡ് നൽകിയതിലും അത് ഏറ്റുവാങ്ങിയതിലും അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിനൊരു തൻ്റെ ഇടം വേണം, നൽകാനും ഇത് വാങ്ങിക്കാനും തൻ്റെ ഇടം വേണം. തൻ്റെ ഇടം എന്ന് പറയുന്നത് വാഴയിലയിൽ പൊതിഞ്ഞ് ചന്തയിൽ വിൽക്കാൻ കിട്ടുന്ന സാധനമല്ല. ഇത് രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇത് നൽകുകയും സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. പിന്നെ കാലാകാലങ്ങളിലായിട്ട് ഈ സഭകളിൽ കാണിക്കുന്നതായ, ഒരു സഭയല്ല സഭകളിൽ കാണിക്കുന്നതായ, അതിന് പറയണ്ടേ മലയാളത്തിൽ, കൊള്ളരുതാഴി എന്ന് വേണേൽ പറയാം. അങ്ങനെ അതികുറഞ്ഞ വാക്ക് നമുക്കവിടെ പ്രയോഗിക്കാനില്ല. അത് സത്യമാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ചുമ്മാതെ ഒരു ദിവസം രാവിലെ വല്ലവരും കേട്ടങ്ങ് പറയുമല്ല. തെളിവുകൾ നിരത്തി, തെളിവുകൾ അന്വേഷിക്കേണ്ട അടുത്തുനിന്നെല്ലാം അന്വേഷിച്ച് അതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷമേ ഇത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അത് ഞാൻ ഈ ചെയ്തത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ മിണ്ടത്തില്ലല്ലോ. ഞാൻ ചെയ്ത എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. അതല്ല, നീതീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല. എന്നാൽ ഞാനത് സ്ഥിരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള്. അപ്പോൾ ഇത് നമ്മൾ ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നേ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അത് സ്നാപക യോഹന്നാൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം എന്തുവാ വിളിച്ചത്? സർപ്പസന്തതികളെ എന്നില്ലയോ വിളിച്ചത്. അന്നത്തെ ഈ ദുരാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും അത് നടപ്പാക്കുകയും ചെയ്യുന്നതായ വ്യക്തികളെ മൊത്തം, പുരോഹിതന്മാരെ മൊത്തം സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അത് അങ്ങനെ വിളിക്കണമെങ്കിൽ എന്തുമാത്രം തൻ്റെ ഇടം ഉണ്ടായിട്ടാണ് വിളിക്കുന്നത്. എല്ലാവരും അങ്ങനെ അന്ന് വിളിക്കാനൊന്നും ഒക്കത്തില്ല, തലവെട്ടുന്ന കാലമാണ്. അത് തല പോയെങ്കിൽ പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വിളിച്ചു. അത് തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്ന്, അവന് സുനിൽ മാത്യു എന്ന് പേർ. പോയ പോട്ട്, തല പോകുന്നേ പോട്ടെ, അല്ലെ മരണമെങ്കിൽ മരണം. എന്തായാലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈ സുനിൽ മാത്യു സാർ എന്ന് പറയുന്ന ആള്. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ചിത്രത്തിന് കീഴിലിരുന്ന് കോഴ വാങ്ങിക്കുകയും അങ്ങനെയുള്ളവരല്ലേ യഥാർത്ഥ മതനിന്ദകര്. ക്രിസ്തുവിനെ സുരക്ഷിത സ്ഥാനത്ത് ഫ്രെയിം ചെയ്ത് ഭിത്തിയിലങ്ങിരുത്തും. അതിനുശേഷം നിയമനത്തിന്, വിദ്യാർത്ഥി പ്രവേശനത്തിന് എന്ന് വേണ്ട സകലത്തിനും, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കോഴ വാങ്ങുക. അത് പറയണ്ടേ? ഇത് വിമർശിക്കാൻ ആൾ വേണ്ടേ? ആരെങ്കിലും ഒരാൾ ഇത് വിമർശിക്കണ്ടേ? പറയാൻ ആരുമില്ല. അത് തന്നെ ആയി, അതങ്ങ് വളം വെച്ചു. ഇപ്പൊ അങ്ങ് പുകയങ്ങ് കൂട്ടി അതിന്റെ പാരമ്യത്തിൽ കൊണ്ടുവന്നില്ലേ. അത് ആരെയും വ്യക്തിപരമായിട്ടല്ല, സഭ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ സഭയ്ക്കകത്ത് കാണിക്കുന്നതായ ഈ അനാചാരങ്ങളും കൊള്ളരുതായ്മകളുമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല വേണ്ട. ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർ കേൾക്കട്ടെ. 100 പേരുണ്ട്, 90 പേരും ഇഷ്ടപ്പെടുന്നവരാ. 10 പേര് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? ഒന്നും ഭവിക്കാനില്ല. ഇപ്പം സുനിൽ മാത്യു സാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. വിമർശനങ്ങൾ ഉണ്ട്. വിമർശനങ്ങൾ അത് അർഹിക്കുന്ന ആൾക്കാരെ മാത്രമേ വിമർശിക്കത്തുള്ളൂ. എല്ലാവരെയും അങ്ങനെ വിമർശിക്കത്തില്ല. നല്ലതിനെ നല്ലതായിട്ട് തന്നെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ കാണുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. നമ്മൾ ചാനലിൽ കൂടെ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇതുപോലുള്ള അനീതികൾ കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ വാക്ക്, ചാട്ടുള്ളി പോലത്തെ വാക്കുകൾ, അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് എന്ന് കൊള്ളുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ലഭിച്ച ഈ അവാർഡിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, എന്നെ പോലുള്ള ആൾക്കാരെല്ലാം ഇത് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ പലരുമായിട്ട് സംസാരിച്ചെന്നെ അവർ പറഞ്ഞത്, വാക്കുകൾ പ്രയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കിട്ടണം. ആയുധം പ്രയോഗിക്കാൻ അറിയാവുന്നവൻ്റെ കിട്ടിയെങ്കിൽ മാത്രമേ ആ ആയുധം കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. പ്രയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ
അവിടെ ഇവിടെയൊക്കെ കൊണ്ടങ്ങ് മാറത്തേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനല്ല. കൃത്യമായിട്ട് കൊള്ളേണ്ടത് കൊള്ളത്തക്ക രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു. അതെല്ലാം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ പ്രേക്ഷകരെ അറിയിക്കാൻ അതിനുള്ള ആയുരാരോഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സുനിൽ, കേരളത്തിലെ ക്രൈസ്തവ സഭയെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ശക്തമായ ഈ മീഡിയകളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് രംഗത്ത് വന്ന ഒരു മാസികയാണ് വൈദിക മിത്രം എന്ന് പറയുന്നൊരു മാസിക. കൊല്ലത്തുകാരൻ ഒരു ക്രിസ്റ്റി ഡാനിയിലെ അച്ഛനും ഒരു എറണാകുളം അതിരൂപതയിലെ വർഗീസ് ചാത്തപ്പറമ്പിൽ എന്ന് പറയുന്ന അച്ഛനും കൂടി ഒത്തിരി മെത്രാന്മാരുടെ സഭയിൽ നടക്കുന്ന വൃത്തികേടുകളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് എല്ലാ വൈദികരും വായിക്കുമായിരുന്നു. അവർക്ക് ഭയമായിരുന്നു ആ മാസികയെ. കാലക്രമേണ രണ്ടച്ഛന്മാരും മരിച്ചതോടെ അത് നിന്നുപോയി. ഇത് കുറെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ജോസഫ് പുലിക്കുന്നം വന്നത് ഓശാനയായിട്ട്. ജോസഫ് പുലിക്കുന്നം പോയ ശേഷം പിന്നെ ആരുമില്ല. ഇപ്പോ നിങ്ങൾ ഈ രംഗത്ത് വന്ന് എല്ലാ സഭകളുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സഭയെ നിങ്ങൾ നേരായ മാർഗത്തിൽ നയിക്കുന്ന ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഞാൻ കാണുന്നത്. ആലഞ്ചേരിയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും അഴിമതിയും എല്ലാം പലപ്പോഴും വിളിച്ച് പറയുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെയാണ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു അംഗമാണ്. ഞങ്ങൾ കൽമായ മുന്നേറ്റിൽ നിന്നുകൊണ്ട് സഭയിൽ വളരെയേറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്ത് കർദിനാൾ ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും അതിരൂപത മെത്രാൻ എന്ന രീതിയിൽ നടത്തിയ ഒത്തിരി ചതിയും അഴിമതിയെല്ലാം അതിന് ഞങ്ങൾക്ക് സുനിലിൻ്റെ ഭാഗത്തു നിന്നും ഒത്തിരി സഹായവും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒരു ധീര മാധ്യമ പ്രവർത്തകനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ പ്രത്യേക അഭിനന്ദനം. സാറേ, ഞാൻ രാജേഷ് വെള്ളാങ്കല്ലൂരാണ്. സാറിന് അവാർഡ് തരുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇതിൽ കണ്ടിരുന്നു. ഞാൻ കേട്ടു, വളരെ സന്തോഷം. എത്രയോ നല്ല നല്ല കാര്യങ്ങളും കട്ടിയായ ഭാഷയിൽ അപലപിക്കേണ്ടടുത്ത് അപലപിക്കുകയും നന്മകൾ പറയേണ്ടടുത്ത് നന്മ വാക്കുകൾ മാത്രം പറയുന്ന ITV ന്യൂസിൽ ഒരുപാട് ഉയർച്ചകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ സാറിൻ്റെതായ എല്ലാ മീറ്റിങ്ങുകളും അത്യാവശ്യം കേൾക്കാറുണ്ട്. അതിലുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ കണ്ണു കാണാത്ത ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഇങ്ങനെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ബസ്സുകാരുടെ കാര്യങ്ങളും ഓരോ മന്ത്രിതലത്തിൽപ്പെട്ട കാര്യങ്ങളും സാറ് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. ആളുകളുടെ പ്രതികരണം കേൾക്കാറുണ്ട്. അവാർഡുകളൊക്കെ കണ്ട് എല്ലാം കേട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ സഭയ്ക്ക് എഴുതിയതുപോലെ കഷ്ടങ്ങൾ സാരമില്ല, തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, നിത്യതേജസ്സിന് ഘനം ഓർക്കുന്നെന്ന് പറഞ്ഞതുപോലെ കഷ്ടങ്ങളിൽ കൂടെ ഇത്രയും ഒരു വലിയൊരു സൗഭാഗ്യം കർത്താവ് ഒരുക്കിയല്ലോ. അത് കണ്ടതിലൊക്കെ വളരെ നന്ദി, വളരെ ആയിരം നന്ദി. ഈ നല്ലൊരു സന്ദർഭം സാറിന് കർത്താവ് ഒരുക്കിയതിനായിട്ട് നന്ദി. അതെല്ലാം അല്ല വളരെയധികം എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. കഷ്ടങ്ങളിൽ കൂടെ ഇതുപോലെ കിരീടങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോഴും അവസാന നാളിൽ രക്തം ചൊരിഞ്ഞ പൗലോസ് അപ്പോസ്തലനൊക്കെ കിരീടം പ്രാപിച്ചതുപോലെ ഇന്ന് ഈ ഒരു പാവം പിടിച്ച ആത്മാക്കൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് സാറിന് ഈ ലോകത്തിലൊരു കിരീടം കിട്ടിയതുപോലെ സ്വർഗത്തിലും പിതാവിൻ്റെ സന്നിധിയിലും കർത്താവായ യേശുക്രിസ്തു ഒരു കിരീടം സമ്മാനം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കൺഗ്രാജുലേഷൻ സുനിൽ സാർ, കൺഗ്രാജുലേഷൻ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഉത്തരം ദൈവം തന്നു. സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതെ അനീതിക്ക് നേരെ വിമർശിച്ചുകൊണ്ട് സത്യം വെളിച്ചത്ത് കൊണ്ടുന്ന സുനിൽ മാത്യുവിനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഓഫീസ് വളഞ്ഞപ്പോഴും വീട്ടിൽ പോലീസുകാർ വന്നപ്പോഴൊക്കെ ഞാനിവിടുന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ, ദൈവമേ എന്തിനാണ് നിന്നെ അറസ്റ്റ് ചെയ്ത പോലെയാണല്ലോ ദൈവമേ ഈ സുനിൽ മോനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ട് പോലീസ് വന്ന് ആ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞു മോനെ. ദൈവമേ
സത്യത്തിന് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതിൽ നിന്ന് നീ വിടുതൽ കൊടുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനെല്ലാം ഈസിയായിട്ട് മാറി ദൈവം ഒഴിവാക്കി തന്നു. ദൈവത്തിന് 1000 കോടി നന്ദി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു കേട്ടോ. ദൈവം കൂടെയുണ്ട്. സുനിലെ, ബൈബിളിലെ ഉത്തമഗീതം മാത്രമേ അച്ഛന്മാരും വായിക്കാറുള്ളൂ, അച്ഛന്മാർ പഠിക്കാറുള്ളൂ. ബാക്കി ഭാഗങ്ങളൊന്നും അച്ഛന്മാർ പഠിക്കാറില്ല. കുറേ 100-ൽ 95 പേര് ഉത്തമഗീതം മാത്രം പഠിച്ചിട്ടാണ് അവർ കുപ്പായം ഇടുന്നത്. അതുകൊണ്ടാണ് ഈ അനാശാസ്യങ്ങളും വിചാരങ്ങളെല്ലാം നടക്കുന്നത്. ബൈബിളിലെ മറ്റുള്ള വഴികളും 91-ാം സങ്കീർത്തനമൊക്കെ പഠിച്ചവരൊക്കെ നേരായ രീതിയിലാണ് പുരോഹിതന്മാരായേക്കുന്നത്. ഉത്തമഗീതം മാത്രം ഹൃദയസ്ഥമാക്കിയവരാണ് ഈ അനാശാസ്യങ്ങളിൽ ചെന്ന് വിടുന്നത്. അതുകൊണ്ട് ബൈബിളിൻ്റെ ഒരു ഭാഗം ഉത്തമഗീതമായത് ബൈബിള് തെറ്റായ രീതി വ്യാഖ്യാനിക്കാനല്ല, അതുപോലെ സഭയെ സ്നേഹിക്കണം എന്നല്ലാതെ സെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഇത് പറഞ്ഞേക്കുന്നത്. ബൈബിളിലെ വചനങ്ങൾ അതുപോലെ നമ്മൾ പാലിക്കണം, അതുപോലെ സ്നേഹിക്കണം എന്നാണ്. പക്ഷേ ആ വാക്കുകൾ മാത്രമാണ് ചില വൈദികർ പഠിച്ചു വെച്ചേക്കുന്നത്. അവരെന്നിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അതാണ് ഉത്തമഗീതം പുരോഹിതന്മാരെല്ലാം എടുത്ത് വായിച്ച് പഠിക്കുന്നത്. അവരതുപോലെ ജീവിക്കുകയും ചെയ്യുന്നിട്ട് മാനുഷികമായിട്ട് അവർ ചിന്തിക്കുന്നത്, ദൈവികമായിട്ടല്ല. അതുകൊണ്ടാണ് ഫ്രാങ്കോയൊക്കെ ഇങ്ങനെ ആയത്. മാനസികമായിട്ട് ഉത്തമഗീതം പഠിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. പക്ഷേ ദൈവികമായിട്ട് ചിന്തിച്ചാൽ, ആത്മീയപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ വചനങ്ങളെയാണ് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഓരോ കാര്യങ്ങളും, ബൈബിളിലെ ഓരോ കാര്യങ്ങളും വചനങ്ങൾ അതുപോലെ നമ്മൾ ശരീരത്തിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ആത്മാവിന് വേണ്ടിയിട്ട് വചനങ്ങളെ പരിപോഷിപ്പിക്കണം എന്നാണ് അതിനർത്ഥം. അതിനെ സെക്സ്പരമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ബൈബിള് ഉത്തമഗീതം വായിച്ചാൽ പിശാചുക്കൾക്ക് അതേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇവരെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബൈബിളിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയണം. മനുഷ്യനാണെന്നും മനുഷ്യനോട് സ്നേഹം വേണമെന്നും എല്ലാവരും എൻ്റെ സഹോദരനും സഹോദരിയാണെന്നും എന്ന് വെച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും അല്ലെന്നല്ല, അല്ലെങ്കിൽ അതല്ല പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, നന്മ കണ്ടെത്തണം, സത്യം പ്രാവർത്തികമാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.